കുഞ്ഞു മനസ്സുകളിൽ സങ്കടമുണ്ടാക്കിയ ഒരു പച്ചക്കറി കള്ളനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. വെള്ളമൊഴിച്ചും വളമിട്ടുമൊക്കെ വളർത്തിയ പച്ചക്കറികൾ മോഷണം പോയതിന്റെ വിഷമത്തിലാണ് തിരുവനന്തപുരം തൈക്കാട് മോഡൽ LP സ്കൂളിലെ കുഞ്ഞുങ്ങൾ. സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കോളിഫ്ലവറും വഴുതനയുമാണ് മതിൽ ചാടി കടന്നെത്തിയ കള്ളൻ കൊണ്ടുപോയത്. തിരുവനന്തപുരം തൈക്കാട് ഗവൺമെൻറ് മോഡൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ വലിയ വിഷമത്തിലാണ്. അവരുടെ ഈ പച്ചക്കറിത്തോട്ടം, എനിക്ക് പിന്നിൽ കാണുന്ന ഈ പച്ചക്കറിത്തോട്ടം വളരെ നന്നായി പരിപാലിച്ചു വരികയായിരുന്നു. ഇവിടുത്തെ ക്യാൻറ്റീനിലേക്കുള്ള ആവശ്യമായ പച്ചക്കറിയൊക്കെ ഇവിടെ നിന്നായിരുന്നു അവർ ശേഖരിച്ചിരുന്നത്. പക്ഷേ വെള്ളിയാഴ്ച വൈകുന്നേരം വെള്ളമൊഴിച്ചു പോയി. തിങ്കളാഴ്ച വന്നപ്പോഴേക്ക് പച്ചക്കറികളൊക്കെ ഏതോ കള്ളൻ കട്ടുപോയി എന്നുള്ളതാണ് ഇവരുടെ ഈ മുഖത്തെ വിഷമത്തിന് കാരണം. അതിന് ഇവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താ മോളെ, എന്താ സംഭവിച്ചത്? നമ്മൾ വെള്ളിയാഴ്ച ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പോയപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച കോളിഫ്ലവറും വഴുതനങ്ങയൊക്കെ വിളവെടുക്കാൻ വന്നപ്പോൾ ഇത് രണ്ടും ഇല്ലായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മൾ നോക്കിയപ്പോൾ കോളിഫ്ലവർ 5 എണ്ണം പോയി. പിന്നെ അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത ദിവസം വന്നപ്പോൾ വീണ്ടും 5 എണ്ണം പോയി. ഇവിടെ CCTV ക്യാമറ ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. കള്ളനെ പിടിക്കണമെന്നുണ്ട്. പോലീസിലൊക്കെ പരാതി കൊടുത്തു. നമ്മൾ കത്തൊക്കെ എഴുതി. പോലീസൊക്കെ ഇന്നലെ വന്നിരുന്നു. എൻ്റെ കയ്യിൽ കാണുന്ന പേപ്പർ മന്ത്രി V ശിവൻകുട്ടിക്ക് വെള്ളക്കടലാസിൽ പെൻസിൽ കൊണ്ടെഴുതിയൊരു കത്താണ്. അതിലെ വാചകങ്ങൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അറിയുന്നതിന് എന്ന് തുടങ്ങുന്ന കത്തിൽ ഇന്നലെ 18 കോളിഫ്ലവർ മോഷണം പോയി സ്കൂളിൽ നിന്ന്. ഇത് 2ാം തവണയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് വലിയ സങ്കടമുണ്ട്. ശിവൻകുട്ടി അപ്പൂപ്പൻ ഈ വിഷയം ഗൗരവത്തോടെ കാണണം. പച്ചക്കറിത്തോട്ടം നമ്മുടെ സ്കൂളിൻ്റെ സൗന്ദര്യമാണ്. കള്ളന്മാർ ഞങ്ങളുടെ സ്കൂളിൽ കയറാതെ നോക്കുവാൻ പോലീസ് മാമന്മാരോട് പറയണം എന്നിങ്ങനെ ഒരു കത്തും വിദ്യാഭ്യാസ മന്ത്രിക്ക് കുഞ്ഞു മക്കൾ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നോടൊപ്പം ഒരു സുനിത ടീച്ചർ ചേരുന്നു. ഇതിൻ്റെയൊക്കെ ചാർജുള്ള ടീച്ചറാണ്. ടീച്ചറെ, CCTV ഇല്ല ഇവിടെ? ഇല്ല, CCTV ഇല്ല. ഞങ്ങൾ കോർപ്പറേഷന് 2 പ്രാവശ്യം റിക്വസ്റ്റ് കൊടുത്തു. ഇത്തവണ എന്തായാലും നമ്മളെ പരിഗണിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ഇതുകൂടി വന്നപ്പോൾ ഇത് വലിയ സങ്കടമായോ കുട്ടികൾക്കൊക്കെ? പിന്നെ ഇല്ല, അവരെന്ത് കഷ്ടപ്പെട്ടാണ് രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ പെട്ടെന്നൊരു ദിവസം നഷ്ടപ്പെടുകയെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമല്ലേ. മോളെ, ഇത് ശരിക്കും ഈ പച്ചക്കറിയൊക്കെ സ്വന്തം വീട്ടിലെ പോലെ കുട്ടികളെ പോലെയൊക്കെയാണോ നോക്കുന്നത്? ആണ്. എങ്ങനെയാ? നമ്മൾ ഇതിനെ പൊന്നുപോലെ നോക്കുമായിരുന്നു. പക്ഷേ ആ ദിവസം നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം പോലും കണ്ടിട്ടില്ലായിരുന്നു. ഈ ഇവിടെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നൊരു കാഴ്ചയാണ്. ഈ സ്കൂളിന് മുന്നിൽ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ പൊന്നുപോലെ നോക്കിയ പച്ചക്കറി തോട്ടത്തിൽ നിന്നാണ് പച്ചക്കറികൾ മോഷണം പോയിരിക്കുന്നത്. ക്യാമറമാൻ വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. നമ്മുടെ ആദിൽ പാലോട് അവിടെ പോയി ആ കുഞ്ഞുങ്ങളുടെ വിഷമം കേൾക്കുക മാത്രമല്ല, അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അതിനോടുള്ള മന്ത്രിയുടെ പ്രതികരണം മന്ത്രി തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു എന്നുള്ളതാണ് ഈ നിമിഷത്തിൽ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള ഒരു സന്തോഷ കാഴ്ച. പച്ചക്കറി മോഷ്ടിച്ച കള്ളനെ പിടിക്കണമെന്ന കുട്ടികളുടെ ആവശ്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടു. കുട്ടികൾക്കൊപ്പം ഉണ്ടാകും എന്നതാണ് മന്ത്രിയുടെ ഉറപ്പ്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വിഷമിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻകുട്ടി അപ്പൂപ്പ എന്ന കുഞ്ഞു മക്കളുടെ വിളി മന്ത്രി അപ്പൂപ്പൻ കേട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷ കാഴ്ചയാണ്.